നമസ്കാരം. കടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നത്, അഥവാ പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലുള്ള ഒരവസ്ഥയായിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്. കേരളത്തിൽ ഗവർണർ പദവിയിൽ 5 വർഷവും 3 മാസവും പിന്നിടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി ഇനി കേരള ഗവർണറായി വരാൻ പോകുന്നത് ഗോവയിലെ പ്രമുഖനായ RSS നേതാവും BJP നേതാവുമായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന നേതാവാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിനു മുമ്പ് ബീഹാറിലാണ് ആർലേക്കറുടെ സേവനമുണ്ടായിരുന്നത്. അതായത് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മൂർഖൻ ആയിരുന്നെങ്കിൽ ആർലേക്കർ രാജവെമ്പാലയാണ് എന്നുള്ളത്. പിടിച്ചതിലും വലുതാണ് അളയിലിരുന്നത് എന്നുള്ള അവസ്ഥയായിരിക്കുന്നു പിണറായി വിജയൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാരും ഗവർണറും കൊമ്പുകോർക്കുന്ന കാഴ്ച കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ സർക്കാരും തമ്മിലാണ്. കേരള സർക്കാരിൻ്റെ സർവകലാശാല നിയമങ്ങളും സർവകലാശാല നിയമനത്തിലുണ്ടായ അപാകതകളുമെല്ലാം നേർക്ക് നേർ നിന്ന് പോർ വിളിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഒരു വേള സർക്കാരുമായി തന്നെ ഗവർണർ തുറന്ന യുദ്ധത്തിലായിരുന്നു, തെരുവ് യുദ്ധത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പിണറായി വിജയൻ SFIക്കാരെ ഗവർണർക്കെതിരെ ഇറക്കി യുദ്ധം തന്ത്രം മെനഞ്ഞപ്പോൾ ആ SFIക്കാരെ പിണറായി വിജയൻ്റെ അതേ തന്ത്രത്തോടു കൂടി പെരുവഴിയിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെയാണ് ഗവർണർ ഉപരോധിച്ചത് എന്നുള്ളത് ഓർക്കുക. അതായത് തനിക്ക് നേരെ എന്ത് തരത്തിലുള്ള അസ്ത്രങ്ങൾ പിണറായി വിജയൻ പ്രയോഗിച്ചാലും കൃത്യമായ അതേ അസ്ത്രം, അതേ നാണയത്തിൽ തന്നെ താൻ തിരിച്ചടിക്കും എന്നുള്ള രീതികളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ സർക്കാരിനോട് അവലംബിച്ചിരുന്നത്. ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ വളരെ സ്വാധീനമുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ പിന്നീട് പിണറായി വിജയൻ്റെ സ്വജനപക്ഷപാതവും സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് വേണ്ടി വഴിവിട്ട ചില നീക്കങ്ങളെല്ലാം നടത്തിയപ്പോൾ അതൊരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന് സഹിക്കാവുന്നതിലും അൽപ്പുറമായിരുന്നു. അതുകൊണ്ട് അവിടെ മുതൽ അവരുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീണു എന്ന് തന്നെയാണ് അറിയാൻ കാണുന്നത്. പിന്നീട് ഗവർണറും പിണറായി വിജയനും നേർക്ക് നേർ പോരാടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. ഇവരുടെ ഈ യുദ്ധം തെരുവിലേക്ക് വരെ നീളുന്നതായി കണ്ടു. ഇവിടെ കേന്ദ്രത്തിൻ്റെ കൃത്യമായ ചില അജണ്ടകൾ നടപ്പാക്കുവാൻ വേണ്ടി തന്നെയാണ് ആർലേക്കറെ കേരളത്തിലേക്ക് അയക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് CPM പിണറായി വിജയനും തകർച്ചയിലേക്ക് പോകുന്നു. പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ CPMൻ്റെ അവസാന സർക്കാരായിരിക്കും എന്ന തരത്തിലുള്ള ചില പ്രവചനങ്ങളൊക്കെ വരുമ്പോൾ CPM പിണറായി വിജയനും ചീഞ്ഞളിയുന്നതോടുകൂടി അതിൻ്റെ ഗുണം കോൺഗ്രസിനാകരുത്, പകരം അത് BJPക്കായിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആർലേക്കറെ കേരളത്തിലേക്ക് അയക്കുന്നത്. അതായത് ഇനി വരുന്ന 1.5 വർഷക്കാലം കൂടിയാണ് പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ തുടരാനാവുക. അതുകൊണ്ട് തന്നെ ഈ 1.5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആർലേക്കറെ വളരെ ബോധപൂർവം കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെയും CPMൻ്റെയും മർമ്മത്തടിക്കുന്ന കാഴ്ച തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ഫലത്തിൽ കേരളത്തിൽ CPM ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെയും ശക്തിപ്രഭാവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകേണ്ടത്, രാഷ്ട്രീയപരമായ ഗുണം ഉണ്ടാകേണ്ടത്, നേട്ടമുണ്ടാകേണ്ടത് കോൺഗ്രസിനായിരിക്കരുത്, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അതായത് CPMലുള്ള ഹൈന്ദവ വിഭാഗത്തെ ഏത് വിധേനയും ഈ അവസരത്തിൽ അടർത്തി മാറ്റി BJPയിലേക്ക് എത്തിക്കുക എന്നുള്ള BJPയുടെ തന്ത്രത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി തന്നെയാണ് പുതിയ കേരള ഗവർണറായി ആർലേക്കർ എത്തുന്നത്. അല്ലെങ്കിൽ ആർലേക്കർ ചുമതലപ്പെടുത്തിയതിൻ്റെ പിറകിൽ ഇങ്ങനെയൊരു ലക്ഷ്യം കൂടി കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ. 2021 ബീഹാറിലെ ഗവർണറായ ആർലേക്കർ ബീഹാർ സർക്കാരുമായി ഇവിടെ കേരള സർക്കാരിനോട് ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് രീതിയിലാണോ പ്രതികരിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ബീഹാറിൽ 2021 മുതൽ ആർലേക്കറും ബീഹാർ സർക്കാരും തമ്മിൽ ഉണ്ടായിരുന്ന ശണ്ടകൾ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേറൊരു രാഷ്ട്രീയ സംഘടനയിൽ നിന്നാണ് BJPയിലേക്ക് എത്തിയത്. അതായത് അവസരങ്ങൾക്കൊത്ത് അല്ലെങ്കിൽ നിലപാടുകൾക്കൊത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ഗോവക്കാരനായ കറകളഞ്ഞ RSSകാരനായ RSS ആണ് തൻ്റെ ജീവിതവും ആശയവും ആദർശവും എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ആർലേക്കർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1000 മടങ്ങ് വീര്യമുള്ള RSSകാരനാണ്, BJPക്കാരനാണ് എന്നുള്ളതാണ് പിണറായി വിജയന് വരും നാളുകളിൽ ഏറ്റവും വലിയ തലവേദനയായി മാറുക.
RSSന്റെ BJPയുടെ അജണ്ട നടപ്പിലാക്കുക, വരും കാലങ്ങളിൽ BJPക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ കേരളത്തിലെ മണ്ണ് മാറ്റിയെടുക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ ആർലേക്കറെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ ഏൽപ്പിക്കുന്ന ദൗത്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കേരളത്തിലെ BJP നേതാക്കളെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു മന്ത്രിയെയോ MLAയോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര നേതൃത്വം, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം തൃശ്ശൂരിൽ നേരിട്ടിറങ്ങി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തതും. എന്നാൽ കേരളത്തിലെ BJP നേതൃത്വം വിചാരിച്ചിരുന്നെങ്കിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിക്കില്ലായിരുന്നു എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം തന്നെ ഇതുപോലുള്ള കരുനീക്കം നടത്തി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുപോലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന പുതിയ ഗവർണറിലൂടെ സാധിച്ചെടുക്കുവാൻ വേണ്ടി കരുക്കൾ നീക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ശേഷിക്കുന്ന 1.5 വർഷക്കാലം കൂടുതൽ വിഷമിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ CPMന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും ജോലി കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു CPMന്റെ ഇതുവരെയും ഉണ്ടായിരുന്ന രീതി. അതായത് CPMന്റെ നേതാക്കൾക്കും അവരുടെ മക്കൾക്കുമെല്ലാം കേരള സർവകലാശാലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റുകളിലും സെനറ്റുകളിലുമെല്ലാം ഇവരെ തിരികെ കയറ്റുന്ന ഒരു രീതിയായിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നത്. ഏറെക്കുറെ അദ്ദേഹം അതിൽ വിജയിക്കുകയും ഉണ്ടായി എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കോഴിക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ SFIക്കാർ കരിങ്കൊടി കാണിക്കുകയും കരിങ്കൊടി പോലീസിനെ ഉപയോഗിച്ച് രായ്ക്ക് രായ്മാനം തന്നെ ഗവർണർ അതെല്ലാം അഴിച്ചു മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് CPMനോടും SFIയോടും ഒരു കാരണവശാലും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് തൻ്റെ ആ നയപരിപാടികൾ തെരുവിലേക്ക് കൂടി വ്യാപിപ്പിച്ച് സർക്കാരും, അതായത് പിണറായി വിജയനും ഗവർണറും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മാറിപ്പോകുമ്പോൾ ബീഹാറിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് കേരളത്തിലേക്ക് പുതിയ ഗവർണറായി ചുമതലയേൽക്കാൻ എത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തലവേദനയായിരിക്കും, കീറാമുട്ടിയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. BJPയുടെ ഉദ്ദേശവും അജണ്ടയും അത് തന്നെയാണ്. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ BJPയുടെ കൃത്യമായ MLAമാർ ഇത്ര എണ്ണം ഉണ്ടായിരിക്കണം എന്നുള്ള അജണ്ട BJP തയ്യാറാക്കിയിരിക്കുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് കേരളത്തിലേക്ക് ആർലേക്കറെ ഗവർണറായി അയക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ തീർത്തും ബലക്ഷീണനാകുന്ന കാഴ്ചയാണ് ഇനി കാണാനിരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.